അസ്സലാമു അലൈക്കും. എൻ്റെ മുതഅല്ലിമീങ്ങളും മറ്റെല്ലാ മുഅ്മിനീങ്ങളും കേൾക്കാൻ, ഇന്നലെ രാത്രി, അതായത് റജബ് 27 രാത്രി നമുക്ക് നൽകപ്പെട്ട നിസ്കാരം, നമുക്കതൊരു ഭാരം, ഒരു വെയിറ്റ് ഉള്ളതായിട്ട് തോന്നുകയാണെങ്കിലും അത് ചെയ്യാൻ കഴിയാത്തൊന്നായിട്ട് 5 നേരം അങ്ങനെ കാത്തിരിക്കണം, സമയം നോക്കി നിൽക്കണം, എന്നിട്ട് ഒളു ചെയ്യണം, ശുദ്ധിയാവണം, നിസ്കരിക്കണം, അങ്ങനെയൊക്കെയുള്ള ചൊറകൾ ഉണ്ടാവാൻ ചില ആളുകൾക്ക്. പക്ഷെ അങ്ങനാണെങ്കിലും അതിൽ അടങ്ങിയതായ ഫലം നോക്കുമ്പോൾ അല്ലാഹു തആല നമുക്ക് നൽകപ്പെട്ട ഏറ്റവും വലിയൊരു മുത്താണ്, ഒരു സ്വത്താണ് നിസ്കാരം എന്ന് പറയുന്നത്. ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂല് പറയാണ്, അസ്സലാത്തു മർളാത്തുൽ ലിറബ്ബി തബാറക വ തആല. നമ്മൾ ശ്രദ്ധിക്കണം, നിസ്കാരം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും നിസ്കരിക്കുന്ന ആളോട് ഇഷ്ടം വരുന്നൊരു ഇബാദത്താണ് നിസ്കാരം എന്ന് പറയുന്നത്. നോമ്പ് മാതിരിയല്ല, സക്കാത്ത് മാതിരിയല്ല, മറ്റൊന്നും മാതിരിയല്ല. നിസ്കാരം എന്ന് പറയുന്നത് അല്ലാഹുവിന് ഏറ്റവും അടിമയോട് ഇഷ്ടപ്പെടുന്ന ഒരു അമല. വഹുബ്ബുൽ മലായികത്തി, പോരാ, മലക്കൾക്കും നമ്മളോട് സ്നേഹ, നിസ്കരിക്കുന്ന ആളോട്. അങ്ങനത്തെ ഒരു ഇബാദത്താണ് നിസ്കാരം. അതും പോരാ, വസുന്നത്തുൽ അംബിയാഇ, എല്ലാ നബിമാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ചര്യയാക്കിയ ഒന്നാണ് നിസ്കാരം. പക്ഷെ 5 കൂടി ഒരുമിച്ച് നമുക്ക് ലഭിക്കാമെന്നല്ലാതെ ഈ നിസ്കാരം എന്ന് പറയുന്നത് അമ്പ്യാക്കന്മാരെ ചര്യയിൽപ്പെട്ട. അതും പോലെ വനൂറുൽ മഅരിഫത്തി, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അറിഞ്ഞ് ഇബാദത്തെടുത്തവർക്കുള്ള പ്രകാശം കൂടിയ നിസ്കാരം ഉണ്ട്. അപ്പൊ നിസ്കരിക്കുന്ന ആളുകൾക്ക് ഒരു മുഖത്ത് നോക്കിയാൽ തന്നെ ലൈറ്റ് കാണാൻ കഴിയും. അതാണ് നിസ്കാരം. വാസുൽ ഈമാനി, ഈമാന്റെ അടിസ്ഥാനവും അടിത്തറയുമാണ് മുഅ്മിനായ മനുഷ്യൻ. അവൻ ഈമാനുണ്ടോ ഇല്ലേ എന്നുള്ളതിന്റെ ഒരു അടിത്തറ കല്ലാണ് നിസ്കാരം എന്ന് പറയുന്നത്. വഇജാബത്തു ദുആഇ, മാത്രം പോരാ, നിസ്കാരത്തെ ചെയ്യുന്ന ദുആ അത് ഉത്തരം കിട്ടപ്പെടുന്ന ദുആയുമാണ് നിസ്കാരം എന്ന് പറയുന്നത്. വഖബൂലുൽ അഅമാലി, അതും മാത്രം പോരാ, അമലുകളൊക്കെയും സ്വീകരിച്ചു എന്നുള്ളതിന്റെ തെളിവും കൂടിയാണ് നിസ്കാരം എന്ന് പറയുന്നത്. നിസ്കരിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അവന്റെ അമലൊക്കെയും അല്ലാഹ് ഖബൂലാക്കുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് നിസ്കാരം. വബറകത്തും ഫിർ റിസ്ഖി, മാത്രമല്ല നമുക്ക് അല്ലാഹു തആല ചെയ്യുന്ന ഭൗതിക ഭക്ഷണങ്ങളുണ്ടല്ലോ, അത് മതിയാവുന്ന, അത് ബർക്കത്തല്ലേ, അത് റഹ്മത്തല്ലേ, അത് മതിയാവുന്ന ഒരവസ്ഥയും ആ നിസ്കാരത്തിലുണ്ട്. നിസ്കരിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന ഭക്ഷണം മതിയാകും. വറാഹത്തുൽ ലിൽ അബ്ദാൻ, എല്ലാ നിസ്കരിക്കുന്ന ശരീരങ്ങൾക്ക് സന്തോഷമാണ്, റാഹത്താണ്, സുഖമാണ് നിസ്കാരം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നിസ്കരിക്കുന്ന ആൾക്ക് റുകൂഉം സുജൂദൊക്കെ ചെയ്യുമ്പോൾ കാലുവേദന, മുട്ടുവേദന, ഊരവേദന ഉള്ളവർക്കൊക്കെ സുഖമായിട്ടാ തോന്നുക. അതാണ് നിസ്കാരത്തിന്റെ ഗുണം. അത് മാത്രം പോരാ, വസിലാഹുൻ അലല്ലാഹി, ശത്രുക്കൾ ആരുണ്ടോ അവരിൽ നിന്നൊക്കെയും രക്ഷപ്പെടാനുള്ള ഒരു ആയുധമാണ് നിസ്കാരം എന്ന് പറയുന്നത്. വകറാഹിയത്തുൽ ലിശ്ശൈത്താൻ, എല്ലാ മനുഷ്യനോട് വിരോധമുള്ളവർക്കുള്ള വെറുപ്പിനെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒന്നുമാണ് നിസ്കാരം. അവരൊക്കെ വെറുത്തു പോകും, അവർക്ക് വെറുത്തിട്ട് ഒഴിഞ്ഞു പോകും. അതാണ് നിസ്കാരം. വസഫിയും ബൈന സ്വാഹിബിഹ വബൈന മലക്കിൽ മൗത്തി, അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും നിസ്കരിക്കുന്ന മനുഷ്യന്റെയും ഇടയ്ക്ക് ശുപാർശ ചെയ്യുന്ന ഒന്നാണ് നിസ്കാരം എന്ന് പറയുന്നത്. വസിറാജും ഫീ ഖബ്രിഹി, ഓരോരുത്തരും അവന്റെ ഖബറിൽ കത്തിലങ്കുന്ന വിളക്കാണ്, ട്യൂബാണ്, വെളിച്ചമാണ് നിസ്കാരം എന്ന് പറയുന്നത്. വഫിറാസുൻ തഹത ജംബിഹി, നിസ്കരിക്കുന്നവന്റെ താഴ്ഭാഗത്തിൽ അവന്റെ ഖബറിൽ അവന് വിരിക്കുന്ന വിരിപ്പാണ്, പുതപ്പാണ്, ബെഡാണ് നിസ്കാരം എന്ന് പറയുന്നത്. വജവാബൻ മാ മുൻകരിൻ വനക്കീരൻ, മുൻകർ നക്കീർ അലൈഹിമുസ്സലാത്തു വസ്സലാം ഖബറിന് ചോദ്യം ചെയ്യല്ലോ, അവർക്ക് മറുപടി കൊടുക്കാൻ കഴിയുന്ന ഒന്നാണ് നിസ്കാരം. നിസ്കരിക്കുന്നതിന് മറുപടി കൊടുക്കാൻ കഴിയും. വമൂനിസും ഫീ ഖബ്രിഹി ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെ ഖബറിൽ നേരം പോക്കിന് ഉപകരിക്കുന്ന അമലുമാണ് നിസ്കാരം.
ഫൈദാ കാനത്തിൽ ഖിയാമത്തു ഖിയാമം നാളെത്തിക്കഴിഞ്ഞാൽ സ്വാറത്തി സ്വലാത്തു ലില്ലൻ ഫൗഖഹു നിസ്കാരം നിസ്കരിക്കുന്നതിന്റെ മേലൊരു നേലായി മാറും. താജൻ അലാ റഅസി അവന്റെ തലന്റെ മേൽ വെക്കുന്ന കിരീടമായി മാറും. വലിബാസൻ അലാ ബദനി അവന്റെ ശരീരത്തിൽ വസ്ത്രമായി മാറും. വനൂറൻ യസ്അ ബൈന യദൈഹി അവന്റെ മുമ്പിലൂടെ നടക്കുന്ന പ്രകാശമായി മാറും. വസിത്രൻ ബൈനഹു വ ബൈനൻ നാർ അവന്റെയും നരകത്തിനും അടുക്കൊരു മറയായി മാറും നിസ്കാരം. ഫഹുജ്ജത്തുൻ ലിൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് തെളിവാണ്. ബൈന യദൈ റബ്ബി തബാറക വ തആല അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ ഒരു തെളിവാണ്. വസിഖനം ഫിൽ മവാസീനി അവന്റെ തുലാസിൽ ഒരു കനമാക്കുന്ന സാധനമാണ് നിസ്കാരം. വജവാസി പാലത്തുമേൽ വിട്ടുകിടക്കാൻ ഉപകരിക്കുന്ന നിസ്കാരം. വമിഫ്താഹൽ ജന്നത്തി സ്വർഗത്തിന്റെ ചാവിയാണ് നിസ്കാരം. എന്താണ് കാരണം? അന്നസ്വലാത്ത തസ്ബീഹുൻ വ തഹ്മീദുൻ വ തഖ്ദീസുൻ വ തഅദീമുൻ വ ഖിറാഅത്തുൻ വ ദുആഉൻ നിസ്കാരം എന്ന് പറഞ്ഞത് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ഉണ്ട്, അള്ളാഹുവിനെ പരിശുദ്ധനാക്കലുണ്ട്, ബഹുമാനിക്കലുണ്ട്, ഓത്തുണ്ട്, ദുആണ്ട്, ഇങ്ങനെ എല്ലാം പാട് ഒരുമിച്ച് കൂടി ഒരു ഇബാദത്താണ് നിസ്കാരം എന്ന് പറയുന്നത്. വഇന്ന അഫ്ളൽ അഅ്മാലി കുല്ലിഹാ എല്ലാ അമലുകളിൽ വെച്ച് ഏറ്റവും മുന്തിയത് അസ്സലാത്തു ലിവഖ്തിഹാ നിസ്കാരം അതിന്റെ ടൈമിൽ നിസ്കരിക്കലാണ്. കണ്ടോ? അപ്പൊ നിസ്കാരം എന്ന് പറയുന്നത് നമുക്കൊരു ഭാരമായി തോന്നിയാലും അതിൽ ഉൾക്കൊണ്ടതായ ഗുണങ്ങൾ നോക്കുമ്പോൾ അതെല്ലാം മനുഷ്യന് ഉപകരിക്കുന്ന ഒരു ഇബാദത്തായിട്ടാണ് അതിന് അല്ലാഹു തആല രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളൊക്കെയും അറിയാൻ നിസ്കാരം ടൈമിൽ തന്നെ സമയമായ പിന്നെ ഒരു മിനിറ്റും പിന്തിക്കരുത്. നിസ്കാരത്തിന് കുഴപ്പമുണ്ട്, സമയമായി പിന്തിച്ച പിന്നെ അങ്ങനെ പിന്തിയാൻ പോകും. ബാങ്ക് വീഴ്ച അപ്പം തന്നെ, പിന്നെ അവിടെ യാതൊരു അപ്പീലുമില്ല. ആ നിലക്ക് നിസ്കാരം കൃത്യമായി കൊണ്ടു നടക്കണം. ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെയും നിസ്കാരത്തിലുണ്ട്. അതല്ലാത്ത ഗുണങ്ങളും ധാരാളം ഉണ്ട്. മനുഷ്യന് ഉപകരിക്കാനും ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്രദമാകുന്ന ഒരു ഇബാദത്തായിട്ടാണ് ഇന്നലെ രാത്രി അള്ളാഹു നമുക്ക് നിസ്കാരം ഇറക്കിയിട്ടുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത് അള്ളാഹുവിന്റെ പൊരുത്തം സമ്പാദിച്ച സജ്ജനങ്ങളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. പിന്നെ മുജീബ് ഉസ്താദിന്റെ ഒരു കുടുംബത്തിൽ ഒരാൾ മരിച്ച്, അതുപോലെ തന്നെ നമ്മളെ കാന്തപുരം, പിന്നെ അസീസ് മുസ്ലിയാരെ അരുണ് സുഖല്ല, അങ്ങനെ തുടങ്ങി പലരും പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു തആല അങ്ങനത്തെ രോഗികൾക്കും മരിച്ചവർക്കൊക്കെയും അള്ളാഹു തആല എല്ലാവർക്കും സന്തോഷവും റാഹത്തും നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും.